പാസ്ത എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഇന്ന് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പാസ്ത അതിലിടാം. സ്വല്പം ഉപ്പിട്ടിട്ട് പാസ്ത വേവിക്കുക. ഇത് 3-4 മിനിറ്റോളം അടപ്പത്ത് വെച്ച് വേവിക്കണം കേട്ടോ. വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പം ഊറ്റി വയ്ക്കുന്ന വെള്ളം ഫുള്ളായിട്ട് കളയണ്ട, കുറച്ച് വെള്ളം മാറ്റി വയ്ക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിക്കാനാണ്. ആ സ്ട്രെയിനർ അങ്ങനെ തന്നെ ഒരു പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക കുറച്ച് നേരം. എന്നിട്ടത് മാറ്റി വയ്ക്കുക. ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിക്കുക. 2 സബോള അരിഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ പച്ചക്കറികളിടാം. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതിട്ടിട്ട് നല്ലോണം ഇളക്കാം. ഇളക്കിയൊന്ന് നല്ലോണം വാടി കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് ഇടാം. കുറച്ച് കുരുമുളകും ഉപ്പും, സ്വല്പം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് തക്കാളി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി വേറെ ഇടണം. കുറച്ച് ചാട്ട് മസാലയിൽ ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പിൻ്റെ ഇത് ഇടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ. അത് നല്ലോണം ഇളക്കി നല്ല വണ്ടി വരുമ്പോൾ നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന പാസ്തയിലിടാം. വെള്ളം കുറവുള്ളവർക്ക് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. വെള്ളത്തോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ഊറ്റി വെച്ചാൽ വെള്ളത്തിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ. താങ്ക് യു.